നമസ്കാരം മക്കളെ. അപ്പം നമ്മൾ വീണ്ടും ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണ്. ആദ്യമായി പറയുന്നത് കാൾ എ സ്പേഡ്, അതായത് അർത്ഥമാക്കുന്നത് ടു സ്പീക്ക് പ്ലെയിൻലി ഓർ ടു ഡിസ്ക്രൈബ് സംതിങ് ആസ് ഇറ്റ് റിയലി ഈസ്, അതായത് ഒരു കാര്യം ഉള്ളതുപോലെ പറയുന്നതിനെയാണ് കാൾ എ സ്പേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ ഇംപ്രോബബിൾ സ്റ്റോറി, അല്ലെങ്കിൽ എന്താണ് കെട്ടുകഥകൾ എന്നൊക്കെ പറയുന്നതിനെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് മീൻസ് ബി ഹൈലി സക്സസ്ഫുൾ, അതായത് എന്താണ് നല്ല രീതിയിൽ വിജയം കൈവരിക്കുന്ന എന്നൊരു അർത്ഥമാണ് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്രൊക്കഡൈൽ ടീയേഴ്സ്. ക്രൊക്കഡൈൽ ടീയേഴ്സ് എന്ന് പറയാൻ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുതലക്കണ്ണീർ, അതായത് എന്താണ് കള്ളക്കരച്ചിൽ, ഫേക്ക് ടീയേഴ്സ് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് പറയുന്നത് ക്രൈ ഫോർ ദ മൂൺ, അതായത് ടു ഡിസയർ ഫോർ എ തിങ് നോട്ട് പോസിബിൾ ടു ഹാവ്, അതായത് സാധ്യമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് വാശി പിടിക്കുക എന്നൊരു അർത്ഥമാണ് ക്രൈ ഫോർ ദ മൂൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് ക്രൈ ഇൻ ദ വൈൽഡർനെസ്, അതായത് ആൻ ഇൻഎഫക്റ്റീവ് ഡിസയർ ഓർ ഡിമാൻഡ്, അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഡിമാൻഡിനെയാണ് ക്രൈ ഇൻ ദ വൈൽഡർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയുന്നത് കട്ട് ടു ദ ചേസ് ആണ്. കട്ട് ടു ദ ചേസ് മീൻസ് ഗെറ്റ് ടു ദ പോയിന്റ് ഓർ ലീവിംഗ് ഔട്ട് അൺനെസസറി എന്നാണ്. എന്താണ് നേരിട്ട് നമ്മൾ ഒരു പോയിന്റുമായിട്ട് നേരിട്ട് വരിക, അതായത് നമ്മൾ എന്താണ് കാര്യം ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിന്റെ ഇത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് കട്ട് ടു ദ ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിലോട്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്തിച്ചേരുക എന്നൊരു മീനിങ് ആണ് കട്ട് ടു ദ ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് പറഞ്ഞ കാളെ സ്പേഡ്, അതായത് ടു സ്പീക്ക് പ്ലെയിൻലി ഓർ ടു ഡിസ്ക്രൈബ് സംതിങ് ആസ് ഇറ്റ് റിയലി ഈസ്. അടുത്തത് പറഞ്ഞത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി ആണ്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് ആൻ ഇംപ്രോബബിൾ സ്റ്റോറി. നെക്സ്റ്റ് പറഞ്ഞത് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ദാറ്റ് മീൻസ് ബി ഹൈലി സക്സസ്ഫുൾ ആണ്. പിന്നെ പറഞ്ഞത് ക്രൊക്കഡൈൽ ടീയേഴ്സ്, ഫേക്ക് ടീയേഴ്സ് ആണ്. ക്രൈ ഫോർ ദ മൂൺ, ടു ഡിസയർ ഫോർ എ തിങ് നോട്ട് പോസിബിൾ ടു ഹാവ്. പിന്നെ അടുത്ത പറഞ്ഞത് ക്രൈ ഇൻ ദ വൈൽഡർനെസ് ആണ്, അതായത് ആൻ ഇൻഎഫക്റ്റീവ് ഡിസയർ ഓർ ഡിമാൻഡ് ആണ്. അടുത്തതായി പറയുന്നത് കട്ട് ടു ദ ചേസ് ആണ്, അതായത് ഡയറക്ട്ലി കം ടു ദ പോയിന്റ് എന്നൊരു മീനിങ് ആണ് കട്ട് ടു ദ ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.